നമസ്കാരം. പ്രധാന വാർത്തകൾ. PPE കിറ്റ് ഇടപാടിൽ ക്രമക്കേടെന്ന് CAG. കോവിഡ് കാലത്ത് നടന്ന PPE കിറ്റ് ഇടപാടിൽ ക്രമക്കേട് നടന്നെന്ന് CAG റിപ്പോർട്ട്. ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയാണ് റിപ്പോർട്ട്. ഈ ഇടപാടിന്റെ ഭാഗമായി സർക്കാരിന് 10.23 കോടി രൂപ അധിക ബാധ്യതയുണ്ടെന്നാണ് CAG റിപ്പോർട്ടിലുള്ളത്. PPE കിറ്റിന് പൊതുവിപണിയേക്കാൾ 300 ഇരട്ടി പണം നൽകി. 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങി. മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങി. 2 ദിവസത്തിൽ PPE കിറ്റിന്റെ വില 1000 രൂപ കൂടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞു. സാൻഫാർമ കമ്പനിക്ക് പണം മുൻകൂറായി നൽകിയെന്നും CAG കണ്ടെത്തിയിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കെ കാറിൽ നിന്നും പുക, പിന്നാലെ കാർ നിന്ന് കത്തി, യാത്രക്കാർക്ക് രക്ഷ. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീ പിടിച്ചു. രാത്രി 9 മണിയോടെ പാലക്കാട് കക്കാട്ടിരിയിലാണ് സംഭവം. കാറിൽ നിന്നും പുക ഉയരുന്നത് കണ്ടതോടെ യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ ആളപായം ഒഴിവായി. കക്കാട്ടിരി സ്വദേശിയുടെ ഹുണ്ടായി വെന്യൂ കാറാണ് കത്തിയത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണച്ചു. ക്വാർട്ടേഴ്സിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ച നിലയിൽ. മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറത്തെ പോലീസ് ക്വാർട്ടേഴ്സിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. MSP മേൽമുറി ക്യാമ്പിലെ ഹവിൽദാർ സച്ചിനാണ് ആത്മഹത്യ ചെയ്തത്. കോഴിക്കോട് കുന്ദമംഗലം സ്വദേശിയാണ് സച്ചിൻ. തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. വീട്ടമ്മ കിടപ്പുമുറിയിൽ മരിച്ചു കിടന്ന സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. എറണാകുളം പട്ടിമറ്റത്ത് വീട്ടമ്മ കിടപ്പുമുറിയിൽ മരിച്ചു കിടന്ന സംഭവം കൊലപാതകമെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തെളിഞ്ഞു. പട്ടിമറ്റം ചേലക്കുളം പൂച്ചക്കുഴി വെള്ളക്കോട്ട് വീട്ടിൽ നിഷയാണ് മരിച്ചത്. ഉറങ്ങിക്കിടന്ന നിഷയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഭർത്താവ് നാസർ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവിനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് കിട്ടിയത്. രാത്രിയിൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചതെന്നും 2 മണിക്കാണ് ഉറങ്ങിയതെന്നും ഇയാൾ ആദ്യം പറഞ്ഞെങ്കിലും തുടർ ചോദ്യം ചെയ്യലുകളിൽ മൊഴി മാറിക്കൊണ്ടേയിരുന്നു. ഇതിനിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടവും നടത്തി. ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന് മെഡിക്കൽ കോളേജിൽ പ്രാഥമിക അറിയിപ്പും വന്നു. ഇതോടെയാണ് ഭർത്താവ് നാസറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തത്. രാത്രി 2-നും 4-നും ഇടയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്ന് ഇയാൾ മൊഴി നൽകി. ഉറങ്ങിക്കിടന്ന ഭാര്യയെ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. പിന്നാലെ വാക്കേറ്റമുണ്ടായി. തുടർന്ന് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസ് പൾസർ സുനി സുപ്രീം കോടതിയിൽ. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിൽ ഹാജരായ 2 ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്നാണ് ആവശ്യം. നേരത്തെ ഹൈക്കോടതി ഈ ആവശ്യം തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അഭിഭാഷകൻ ശ്രീറാം പാറക്കാട്ടാണ് പൾസർ സുനിക്ക് വേണ്ടി ഹർജി ഫയൽ ചെയ്തത്. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനി 7.5 വർഷത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്.